ഇതാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചിക്കൻ ബോക്സ് ആണെന്ന് മുൻകൂട്ടി അറിഞ്ഞ് എന്നെ കാത്തിരിക്കുന്ന കൊല. അതെ, ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് തണുത്ത സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇളനീരൊക്കെ നല്ല കഴിക്കാറുണ്ട്. ഈ ഇളനീരിൻ്റെ തേങ്ങ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കഴിച്ചുകൊണ്ടിരിക്കാൻ. ഈ ഇളനീരിലെ തേങ്ങ കഴിഞ്ഞാലും ഞാൻ അത് വെറുതെ ഇങ്ങനെ ചുരുണ്ടിക്കൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ആലോചിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ തേങ്ങ. ചിക്കൻ ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. കഞ്ഞിയും പയറും മോരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു പച്ച പിടിച്ച ജീവിതമായി. കാരണം എന്താണെന്നല്ലേ, ഞാൻ കിടക്കുന്നത് ആര്യവേപ്പിലാണ്. കുളിക്കുമ്പോൾ വെള്ളം അത് ആര്യവേപ്പിൽ തിളപ്പിച്ച വെള്ളമാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു പച്ച പിടിച്ച ജീവിതമായിരുന്നു എൻ്റേത്. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ കുറേ കാലമായിട്ട് കാത്തിരുന്ന് ഇന്നാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ. ഈ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എനിക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ചിക്കൻ ബോക്സ് വന്നിട്ട് എനിക്ക് എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ പറ്റി. ആ ഗ്രാൻഡ് ഫിനാലെ കണ്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ചോറും മോരുകറിയും മീനും പയറുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം ചോറ് തിന്നുമ്പോൾ എന്താണ് കാണുക എന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എപ്പോൾ ചോറ് തിന്നുമ്പോഴും ഞാൻ കാണുന്നത് ബിഗ് ബോസാണ്. ഇനി ചോറ് തിന്നുമ്പോൾ ബിഗ് ബോസ് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അങ്ങനെ ബിഗ് ബോസൊക്കെ കണ്ടു. ഈ ബിഗ് ബോസൊക്കെ കാണുമ്പോഴും എനിക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് എൻ്റെ മേല് മൊത്തം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു. എങ്ങനെയൊക്കെ അത് ചൊറിച്ചിലും അതിജീവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുമോള് വിജയിച്ചു. എല്ലാവരും വിചാരിക്കണ പോലെ തന്നെ അനുമോൾ വിജയിച്ചു. വലിയ പുത്തരിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസൊക്കെ കണ്ട് കുറേ പരസ്യം ഉണ്ടായിരുന്നു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ കുറേ ലേറ്റായിട്ടാണ് അന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.